നമസ്കാരം. വാർത്തകളുമായി ഞാൻ ഷാജി പുഷ്പാങ്കദൻ. പുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷത്തെ വരവേറ്റ് ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ വെടിക്കെട്ടിലൂടെ അഗ്നിപുഷ്പങ്ങൾ വിരിയിച്ച് സപ്ത എമിറേറ്റ്സുകളുടെ സംഗമഭൂമിയായ UAE 2026 വരവേറ്റു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾ നേരിട്ടും കോടിക്കണക്കിന് ആളുകൾ ലൈവായും പുതുവർഷ പുലരിയിലെ റെക്കോർഡ് പ്രകടനങ്ങൾക്ക് സാക്ഷിയായി. വെൽക്കം 2026, ഹാപ്പി ന്യൂ ഇയർ, മർഹബ, അഹ്ലാൻ വഹ്ലാൻ തുടങ്ങിയ വിവിധ ഭാഷകളിൽ കരിമരുന്ന് പ്രയോഗങ്ങളിലൂടെ ഡ്രോൺ ഷോകളിലൂടെയും പുതുവർഷത്തെ സ്വാഗതം ചെയ്തു. ആർപ്പുവിളിയും കയ്യടിയും ചൂളം വിളിച്ചും നൃത്തം ചെയ്തും മധുരങ്ങൾ കൈമാറിയും വിദേശികളും മലയാളികളും ഉൾപ്പെടെ ഹർഷാരവത്തോടെ പുതുവർഷത്തെ വരവേൽക്കുന്നു. അബുദാബിയിലെ അൽവദ്ബയിൽ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിലും റാസൽ കൈമയിലുമാണ് ലോക റെക്കോർഡ് ഭേദിക്കുന്ന വെടിക്കെട്ട് അരങ്ങേറിയത്. അബുദാബിയിൽ 62 മിനിറ്റും റാസൽ കൈമയിൽ 6 കിലോമീറ്റർ നീളത്തിൽ തുടർച്ചയായി 15 മിനിറ്റും വെടിക്കെട്ടുകൾ ഉയർന്നു. പുതുവർഷ പുലരിയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ UAEക്ക് തങ്കത്തിളക്കം സമ്മാനിച്ചത്. കേരളത്തിലും ആഘോഷരാവ്. ഫോർട്ട് കൊച്ചിയിലും കോവളത്തും പാപ്പാഞ്ഞിയെ കത്തിച്ച് ആഘോഷം. 2026 സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരട്ടെ, ഇന്ത്യയെ സമ്പന്നമാക്കാൻ ഊർജം ലഭിക്കട്ടെ. പുതുവർഷ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പരസ്പര സ്നേഹത്തിന്റെയും മൈത്രിയുടെയും മൂല്യങ്ങൾ മുറുകെ പിടിച്ച് കരുതലോടെ ആഘോഷങ്ങളിൽ പങ്കുചേരാം. പുതുവർഷ ആശംസകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സഭാ സമ്മേളനം ജനുവരി 20 മുതൽ, ബഡ്ജറ്റ് 29-ന്. ഗുരു നടന്ന വീതിയിലൂടെയാണ് തീർത്ഥാടന ഘോഷയാത്ര. ആയിരങ്ങൾ അണിനിരക്കുന്നു. മന്നം ജയന്തി പ്രതിനിധി സമ്മേളനം ഇന്ന്. കവി മുരളി മംഗലത്തിന് യാത്രയയപ്പും MD അനുസ്മരണവും നടത്തി. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന അധ്യാപകനും കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ മുരളി മംഗലത്തിന് ഓർമ്മയുടെയും മലയാള മിഷൻ ദുബൈ ചാപ്റ്ററും ചേർന്ന് യാത്രയയപ്പ് നൽകി. ബീഗം കാളിദാസിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് വിദേശകാര്യമന്ത്രി. UAEയിൽ 6 പേർക്ക് പുതുജീവൻ നൽകി പ്രവാസി മലയാളി. സ്നേഹത്തണലിൽ യാത്രാമൊഴി നേരാൻ പ്രിയപ്പെട്ടവർ. അബുദാബിയിൽ സ്കൂട്ടർ ഇടിച്ച് മരിച്ച മലയാളിയുടെ അവയവങ്ങൾ 6 പേർക്ക് പുതുജീവൻ നൽകി. കൊട്ടിയം പ്രവാസി കൂട്ടായ്മ UAE ചാപ്റ്ററിന്റെ കുടുംബ സംഗമവും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും ദുബൈ അൽതവാർ പാർക്കിൽ നടന്നു. കൊട്ടിയം പ്രവാസി കൂട്ടായ്മയായ KPK UAE ചാപ്റ്ററിന്റെ കുടുംബ സംഗമവും ക്രിസ്മസ് പുതുവത്സരാഘോഷവും ദുബൈ അൽതവാർ പാർക്കിൽ നടന്നു. ക്രിസ്മസ് പുതുവത്സരാഘോഷ കമ്മിറ്റിയുടെ കോർഡിനേറ്റർ ലിയോ സിൽവർ സ്റ്റാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കൂട്ടായ്മ സെക്രട്ടറി ഷിജി ബ്രഹ്മാനന്ദൻ സ്വാഗതം ആശംസിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ കൊട്ടിയം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അനിൽകുമാർ നടേശൻ നന്ദി പറഞ്ഞു. കൂട്ടായ്മ കുടുംബാംഗങ്ങളും കുട്ടികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി നൌഷാദ് മുസ്തഫ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിജു രവീന്ദ്രൻ, മജീദ് ഖാൻ, ജോസ് ജാക്സൺ, റാംസൺ രവീന്ദ്രൻ, പ്രതാപ് ബാലചന്ദ്രൻ, വനിതാവേദി അംഗങ്ങളായ ജിൻസി ലിയോ, നാദിയ മാജിദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ബാബ അപരാജിതിന് സെഞ്ചുറി. അവസാന പന്തിൽ കേരളത്തിന് ത്രില്ലർ വിജയം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.